പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ രാവിലെ കാലമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ, അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെയിരിക്കും. പ്രിയ ദൈവമക്കളെ, നോക്കൂ, നമ്മൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിക്കുവിൻ. നോക്കൂ, അന്വേഷിക്കുന്നവനാണ് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. ഏത് വിധത്തിലുള്ള അന്വേഷണമാണ് വേണ്ടതെന്ന് അന്വേഷകന്റെ ഇഷ്ടമാണ്. പക്ഷേ ഒരു ദൈവ പൈതലാണെങ്കിൽ ദൈവഹിത പ്രകാരമുള്ള അന്വേഷണമായിരിക്കും നോക്കുന്നത്. നാം തിന്മയെ ദ്വേഷിച്ച് നന്മയെ അന്വേഷിക്കുന്നവരായിരിക്കണം. അതാണ് നമ്മുടെ അപ്പൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഒരു ദൈവ പൈതൽ ആത്മീയ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മിൽ നിന്നും പലതും അന്വേഷിച്ച് തേടിയതിൽ നഷ്ടപ്പെട്ടേക്കാം. അതിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കർത്താവപ്പച്ചൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു തരും. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, ജോലിയിടങ്ങളിൽ നിന്ന്, നാം വിചാരിക്കാത്ത മേഖലകളിൽ നിന്നെല്ലാം പലവിധമായ പ്രയാസങ്ങൾ നേരിട്ടെന്ന് വന്നേക്കാം. എങ്കിലും പ്രിയ മക്കളെ, ദൈവകൃപ അന്വേഷിച്ചാണോ നാം ഇറങ്ങിയത് എങ്കിൽ ഒരിക്കലും നാം പിന്മാറിപ്പോകരുത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9:62 പറഞ്ഞിരിക്കുന്ന പോലെ, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. നോക്കൂ, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുകയാണെങ്കിൽ അത് വേണ്ടതുപോലെ അത് ചെയ്തെടുക്കുവാൻ സാധ്യമാകുകയില്ല. ദൈവം ഒരു നാളും നമ്മെ കൈവിടുകയില്ല. പ്രിയ മക്കളെ, നന്മ അന്വേഷിക്കുന്നവർക്കാണ് ദയയും വിശ്വസ്തതയും ലഭിക്കുന്നത്. തിരുവചനം അനുസരിച്ച് നടക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് നന്മ പ്രാപിക്കുവാനും യഹോവയിൽ കൂടുതലായിട്ട് ആശ്രയം കണ്ടെത്തുവാനും സാധിക്കും. റോമർക്കെഴുതിയ ലേഖനം 12:21 പറയുന്നുണ്ട്, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നോക്കൂ, തിന്മയായിട്ടുള്ളത് പ്രവർത്തിപ്പാൻ അല്ല നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നന്മയായിട്ട് തിന്മ പ്രവർത്തികൾ നമ്മിൽ നിന്ന് നീക്കിക്കളഞ്ഞ് ആ സ്ഥാനത്തിലേക്ക് നന്മയാകുന്ന പ്രവർത്തികൾ കൊണ്ടുവരുവാൻ ദിനം തോറും നമ്മളെ ഉത്സാഹം കാണിക്കണം. നോക്കൂ, നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരും ആകണമെന്ന പൗലോസ് അപ്പോസ്തലൻ റോമർക്കെഴുതിയ ലേഖനം 16:19 പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. ഒരു ദൈവ പൈതൽ മറ്റുള്ളവരുടെയും ആത്മീയ വർധനയ്ക്ക് നന്മ ആകത്തക്കവണ്ണമാകുന്ന അതാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഏറെ ഫലവത്തായിത്തീരും. നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നവരായിരിക്കണം. നന്മ തിന്മകളെ മനസ്സിലാക്കി തിന്മകൾ മാറ്റിവെച്ച് നന്മ അന്വേഷിക്കുന്നവരായിരിക്കണം. നോക്കൂ, ഒരു രോഗിയായ വ്യക്തിക്ക് തക്കതായ പ്രാർത്ഥനയും അതിനോട് തന്നെ വേണ്ടതായ ചികിത്സയും സൗകര്യമായി നൽകി കൊടുക്കുകയാണെങ്കിൽ ഏറെ നല്ലതാണ്. ആ രോഗിക്ക് അതൊരു വിടുതലാണ്. പ്രിയ മക്കളെ, നമ്മളെ കുറിച്ച് അതായത് ഒരു ദൈവ പൈതലിനെ കുറിച്ച് മറ്റുള്ളവർ ആഗ്രഹിക്കുന്നതും നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നതും നമ്മിൽ നിന്ന് നന്മയായിട്ടുള്ള പ്രവർത്തികളാണ്. ആ വ്യക്തിക്ക് അതായത് നമ്മൾ നന്മ ഒരു ആൾക്ക് ചെയ്യുമ്പോൾ ആ ആൾക്ക് നന്മയായി തന്നെയാണ് ഭവിക്കുന്നത്. സ്വർഗസ്നായ നമ്മുടെ പിതാവിന്റെ ഇഷ്ടവും നാം നമ്മെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതിലുപരിയായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കണം. നന്മ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരിലും അത് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നവരായിരിക്കണം. പലതരത്തിലും ഒരു ദൈവ പൈതലിന് നന്മ
നഷ്ടപ്പെടുത്തുവാന് പിശാച് തക്ക നോക്കി നടക്കുക. അതുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ പിശാചിന്റെ പ്രവൃത്തികളെ മനസ്സിലാക്കി ആ തന്ത്രങ്ങൾ അറിഞ്ഞു വേണം ഈ ദിനങ്ങളിൽ മുന്നോട്ട് പോകാൻ. നമുക്കറിയാം പല കർത്താവിന്റെ ദാസന്മാരെയും ഹല്ലേലൂയ പിശാച് പല വിധത്തിലാണ് കുടുക്കിക്കളയുന്നത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം ജീവിച്ചിരിക്കേണ്ടതിന് നന്മ ചെയ്യണം. ഹല്ലേലൂയ. കാരണം നാം ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോയാലും നമ്മെ ഓർക്കുന്ന അനേകരുണ്ടാകും. ഹല്ലേലൂയ. നോക്കൂ, അതിന് പല രീതിയിലും നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. നന്മ സുവിശേഷിക്കുന്നവരുടെ എത്ര മനോഹരം. ഹല്ലേലൂയ. നമ്മൾ അറിയുന്നില്ല, ഒരുവനോട് നമ്മൾ ഹല്ലേലൂയ സുവിശേഷം പറഞ്ഞിട്ട് പിന്നീട് അവർ ദൈവഭാഗത്ത് കടന്നു വന്നോ, അവരുടെ ജീവിതം എങ്ങനായി തീർന്നു അറിയത്തില്ല. പിന്നീട് മറ്റുള്ളവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴായിരിക്കും ഇന്നയാളുടെ വചനം കേട്ടിട്ടാണ് ഇന്നയാൾ സുവിശേഷം പറയുന്നത്, അല്ലെങ്കിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നത് അറിഞ്ഞിട്ടാണ് ഹല്ലേലൂയ അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നതായിരിക്കും നമ്മൾ കേൾക്കാൻ കഴിയുന്നത്. പ്രിയ മക്കളെ, അതുകൊണ്ട് നമ്മളാൽ ആവുന്നിടത്തോളം നന്മ പ്രവർത്തികൾ ചെയ്ത് ഈ നാളുകളിൽ നമുക്കായിരിക്കാം ഹല്ലേലൂയ നാം ഒരു വ്യക്തിയെ ദൈവരാജ്യത്തിന് അവകാശിയാക്കുവാൻ ഉത്സാഹം കാണിക്കണം. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം നോക്കുമ്പോൾ പല വിധത്തിലുള്ള നഷ്ടങ്ങൾ അതിലൊക്കെ സംഭവിച്ചത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, ഹല്ലേലൂയ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അത് തിരക്കാതിരുന്നില്ല. കണ്ടു കിട്ടും വരെ അന്വേഷിച്ച് ഹല്ലേലൂയ അത് അന്വേഷണത്തിലൂടെ സന്തോഷം അനുഭവിക്കുവാനും ഇടയായി തീർന്നു. അന്വേഷിക്കുന്നവർക്കാണ് പ്രിയ മക്കളെ കണ്ടെത്തുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ഉള്ളത് മതിയെന്ന് പറഞ്ഞ് ഈ ദിവസങ്ങളിൽ ഇരിക്കാതെ ഹല്ലേലൂയ നഷ്ടമായത് എവിടെയാണെന്ന് നോക്കി ഈ ദിവസങ്ങളെ അത് കണ്ടുപിടിച്ച് അത് ഹല്ലേലൂയ മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ നന്മയ്ക്കായിട്ട് നമ്മൾ കൂടുതലായിട്ട് പ്രയോജനപ്പെടണം. പ്രിയ മക്കളെ, ആമോസ് പ്രവാചകൻ ഇവിടെ പറയുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ, അത് നന്മ ചെയ്ത് വേണം അന്വേഷിക്കുവാൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ജനങ്ങൾ യഹോവയെ അന്വേഷിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ യഹോവ കരുതുന്ന ഹല്ലേലൂയ വരുത്താൻ പോകുന്ന ആ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ആമോസ് ഇസ്രായേലിന്റെ പാപങ്ങളുടെയും അവർക്കെതിരെയുള്ള ദൈവത്തിന്റെ ന്യായവിധിയെ വ്യക്തമായിട്ട് വിവരിച്ചിരിക്കുക. ഹല്ലേലൂയ. 2-ാം അധ്യായം 6 മുതലുള്ള വാക്യത്തിൽ ഇസ്രായേൽ മക്കളോട് പറയുക, തന്റെ കൃപയും കരുണയും പ്രാപിക്കേണ്ടതിന് യഹോവയെ ദിനംതോറും അന്വേഷിക്കേണ്ടത് ആവശ്യമാണെന്ന്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും അവഗണിക്കുകയാണെങ്കിൽ അവൻ വളരെ പ്രയാസം അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വളരെയധികം ഹല്ലേലൂയ നമ്മൾ ഭയത്തോടെ കഴിക്കേണ്ട ദിവസങ്ങളാണ്. പ്രിയ മക്കളെ, നാം ദൈവഹിത പ്രകാരമുള്ള ജീവിതം നയിക്കുവാനും ചേകരമായ ജീവിതം ദിനംതോറും ഹല്ലേലൂയ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കണം. ഹല്ലേലൂയ. നോക്കൂ, നന്മ തിന്മകളെ മനസ്സിലാക്കി ജീവിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. യോബിന്റെ ജീവിതത്തിൽ എന്താ നന്മയും തിന്മയും കഷ്ടതകളും എല്ലാം കടന്നു വന്നു. നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ നന്മയും തിന്മയും കഷ്ടതയും പ്രയാസങ്ങളൊക്കെ കടന്നു വന്നേക്കാം. പക്ഷേ യോബ് എന്താ യഹോവയെ വിട്ടുമാറി ഒന്നും ചെയ്തില്ല. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധി നമ്മൾ ഹല്ലേലൂയ നോക്കൂ ഏറ്റവും അടുത്ത് വരുന്നവരായിരിക്കണം. ദൈവം ഒരു വിധത്തിൽ നന്മ ചെയ്യുക അതായത് കഷ്ടത ജീവിതത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ അതായത് ശുദ്ധീകരണത്തിനാ ഹല്ലേലൂയ നമ്മെ കൊണ്ടുപോകുന്നത്. നമ്മൾക്ക് വേണ്ടി കപ്പച്ചൻ നമുക്ക് അത്ഭുതങ്ങളാണ് നടത്തുന്നത്, നന്മ പ്രവൃത്തികളാണ് നമുക്ക് ചെയ്തു തരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഷ്ടതകൾ വരുമ്പോൾ പിറുപിറുപ്പ് കൂടാതെ അത് സ്വീകരിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന് മാത്രമേ കഷ്ടതയിൽ കൂടെയും നന്മ അന്വേഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ രോഗത്തിലൂടെ പ്രയാസത്തിലൂടെ ദുഃഖത്തിലൂടെ കഴിയുന്ന ഏത് ജീവിതവുമേ നന്മ ചെയ്യുന്നവരായിരിക്കാം. ഹല്ലേലൂയ. കഷ്ടങ്ങൾ വരുമ്പോൾ പിറുപിറുക്കാതെ എൻ്റെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി, അപ്പാ അങ്ങറിയാതെയല്ല എൻ്റെ ജീവിതത്തിൽ ഒന്നും വരുന്നത്. ഹല്ലേലൂയ. ദിവസങ്ങളിൽ കരുതുന്ന അപ്പനെ കുറിച്ച് നമ്മൾ ഓർത്ത് ഹല്ലേലൂയ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന അപ്പന്റെ കാര്യത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പി. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും നന്മ പ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവം കൃപ കൊടുക്കണമേ. അതിന് വേണ്ടുന്നതായി വരം കൊടുക്കണം അപ്പാ. ശക്തീകരിക്കണം കർത്താവേ. തിരുകരങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവഗീതപ്രകാരം ഓരോരുത്തരും കാൽച്ചുവട് വെപ്പാൻ ഇടയാകട്ടെ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെയും അനുഗ്രഹിച്ച്
ജീവിച്ചിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.